ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൊല്ലം ജില്ലയിൽ 73.83% പോളിംഗ്. വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും ബൂത്തുകളിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. കൊല്ലത്തും LDF വ്യാപക കള്ളവോട്ട് ചെയ്തതായി പരാതി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും നീണ്ടു. ഇടയ്ക്കിടെ യന്ത്രത്തകരാറുകളും ഉണ്ടായെങ്കിലും പരിഹരിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ തുടങ്ങി M മുകേഷ് MLA, NK പ്രേമചന്ദ്രൻ MP, BJP സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നി എന്നിവർ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വിജയപ്രതീക്ഷയിലാണ് NDA എന്ന് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി കൂടിയായ കേണൽ S ഡിന്നി പറഞ്ഞു. നമ്മൾ ഇന്ന് രാവിലെ തൊട്ടേ കാണുന്ന വോട്ടിംഗ് ആളുകളുടെ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് രീതിയിലാണ് ആളുകളെല്ലാം ഈ വോട്ടിങ്ങിനെ കാണുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നുന്നൊരു മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. കാരണം ഞാൻ ഇപ്പോൾ വടക്കേവിളയിലും കണ്ടത് ധാരാളം ആളുകൾ വളരെ രാവിലെ തന്നെ വന്ന് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും ആളുകൾ പുറത്ത് വന്ന് ജനാധിപത്യത്തിൽ അവരുടെ വോട്ടിലൂടെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതേസമയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ കള്ളവോട്ട് പരാതികൾ ഉയർന്നു. ജില്ലാ പഞ്ചായത്ത് കുന്നത്തൂർ ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് 2 ഇടങ്ങളിൽ വോട്ട് ചെയ്തതായാണ് പരാതി. LDF സ്ഥാനാർത്ഥിയായ കലാദേവിയുടെ ഭർത്താവ് അജയ് കുമാറാണ് കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും കോതപുരത്തുമെത്തി വോട്ട് ചെയ്തത്. കുന്നത്തൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കലാദേവിയുടെ ഭർത്താവ് അജയ് കുമാർ, സൺ ഓഫ് ശ്രീധരൻ പിള്ള, EMS ഭവൻ, കാവനാട് എന്ന് പറയുന്ന വ്യക്തി കൊല്ലം കോർപ്പറേഷനിൽ കാവനാട് കന്നിമേൽ 3-ാം നമ്പർ ബൂത്തിൽ ABLPS പള്ളിക്കാവ് 600-ാം നമ്പർ ബൂത്തിലെ വോട്ടറാണ്. അദ്ദേഹം അവിടെ വോട്ട് രേഖപ്പെടുത്തിയ രേഖകളെല്ലാം ഞങ്ങളിലുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി വന്ന് ഞങ്ങളുടെ പടിഞ്ഞാറക്കലട കോതപുരം 135-ാം ബൂത്തായ 135-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രണ്ടിനും ഞങ്ങളുടെ കൃത്യമായ തെളിവുണ്ട്. ഇത് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സർക്കിൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല. അവർ പുള്ളിയുടെ വാഹനത്തിൽ തിരിച്ചു കയറ്റി വിടുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞങ്ങൾ ജില്ലാ കളക്ടർക്കും ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി കൊടുക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. കുളത്തൂപ്പുഴ നെല്ലിമുട് വാർഡിലും ടൗൺ വാർഡിലും കള്ളവോട്ട് നടന്നു. താമരക്കുളത്തും കുരീപ്പുഴ വെസ്റ്റും വോട്ടർമാർ എത്തിയപ്പോഴേക്കും മറ്റാരൊക്കെയോ വോട്ട് ചെയ്തു കഴിഞ്ഞു. വ്യാപകമായ പരാതിയാണ് ജില്ലയിൽ ഉയർന്നത്. അതേസമയം വിവിധ ബൂത്തുകളിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച് LDF വോട്ട് പിടിക്കുന്നതായും ആരോപണമുയർന്നു. പരാതിയെ തുടർന്ന് പോലീസ് പലയിടങ്ങളിലുമെത്തി ഇവരെ ഇറക്കിവിട്ടു. ഇത്തവണ കൊല്ലം ജില്ലയിലാകമാനം NDAക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കോർപ്പറേഷനിലെ നിലവിലുള്ള 6 സീറ്റിൽ നിന്നും വലിയ മാറ്റമുണ്ടാകും. പഞ്ചായത്തുകളിലും നഗരസഭകളിലും അപ്രതീക്ഷിത വിജയം കൊയ്യുമെന്നും NDA നേതൃത്വം വ്യക്തമാക്കി. ജനം, കൊല്ലം.